നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഹിയർ ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ് ഇസ് നോട്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ക്ലാസ് റൂം പ്രോഗ്രാം. 100% ഓഫ്ലൈൻ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രഡീഷണൽ ആയി തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു ജേർണിയിൽ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനും അത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓഫ്ലൈൻ ക്ലാസ്സസ് നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഉണ്ടാവും. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് ആ ഡിസിഷൻ മൈറ്റ് ഡിപ്പെൻഡ് ഓൺ എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓൾസോ. പക്ഷെ നിങ്ങൾ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ 100% ഓഫ്ലൈൻ ക്ലാസ് റൂം പ്രോഗ്രാം. ഓൺലൈനായി വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അത് നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരു സ്ക്രീൻ നോക്കി പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളൊരു ക്ലാസ് റൂമിൽ കുറേ പേര് ലക്ഷ്യത്തോടെ ഒരുമിച്ച് നീങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല ഓൺലൈനിൽ കിട്ടുമെന്ന്. ഓഫ്ലൈൻ എന്ന് അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ ബ്രോഷർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 30% കണ്ടൻറ്റ് വിൽ ബി കവേർഡ് ഓൺലൈൻ എന്ന് പറഞ്ഞ് വളരെ കോൺസ്പിക്വസ് ആയിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ എഴുതി വയ്ക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. 2 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തത് ഓഫ്ലൈനായിട്ടായിരുന്നു. വീട്ടിലിരുന്ന് പഠിച്ച് എത്താവുന്നതിനേക്കാളും വലിയതാണ് ഈ നീറ്റ് എന്നുള്ളൊരു സ്വപ്നം എന്നുള്ളത്. ഇൻഡിവിജ്വലായിട്ട് എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം പ്രൊഫസർ പി സി തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. ഞാൻ തോമസ് ജോൺസൺ, പ്രൊഫസർ പി സി തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൻ്റെ അക്കാഡമിക് ഡയറക്ടറാണ്. ഇന്ന് നമ്മുടെ കൂടെ 2 സ്പെഷ്യൽ ഗസ്റ്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് സൂഫിലി ഹു സ്കോർഡ് 700 in NEET 2024 and is currently pursuing first year MBBS at Government Medical College, Calicut. And we have Raveena. She scored 667 in NEET 2024 and is currently doing her first year MBBS at Government Medical College, Ernakulam. So ഇന്ന് നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വിൽ ബി കമ്പയറിംഗ് 100% ഓഫ്ലൈൻ ക്ലാസ് റൂം പ്രോഗ്രാം വേഴ്സസ് അതർ മോഡൽസ് ലൈക്ക് ഹൈബ്രിഡ് എക്സെട്ര ഫോർ റിപ്പീറ്റർ സ്റ്റുഡൻസ്. സോ അതിനു മുമ്പ് ബ്രീഫ്ലി നിങ്ങളുടെ ഒന്ന് ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ഷോർട്ട്ലി അബൌട്ട് യുവർ ജേർണി, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ ജേർണീനെ പറ്റി ഒരു ഫ്യൂ വേർഡ്സ് ആദ്യം. 2 years ഓൺലൈനായി റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 month ഇവിടെ തന്നെ ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓൺലൈനായി വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു വർഷം അഥവാ നീറ്റിന് പഠിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് ഓഫ്ലൈനായി പഠിക്കണമെന്ന് തീരുമാനിച്ചു. രവീണയ്ക്ക് എന്താണ് രവീണയുടെ ഒരു പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ +1 +2 കഴിഞ്ഞിട്ടാണ് നീറ്റിനെ പറ്റി അറിയുന്നത് തന്നെ. അതുവരെ എനിക്ക് നീറ്റ് എഴുതിയിട്ട് എന്താവാന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റ് എല്ലാ ഫ്രണ്ട്സ് എല്ലാം നീറ്റ് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നീറ്റ് എഴുതി നോക്കിയത്. അപ്പോൾ എനിക്ക് ഞാൻ നല്ല മാർക്കൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷെ എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങോട്ട് പി സി തോമസ് ക്ലാസ്സസിലേക്ക് വന്ന് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കൊറോണ ബാച്ചായിരുന്നു. അപ്പോൾ +1 +2 തീരെ ക്ലാസ്സിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എല്ലാ കൺസെപ്റ്റ്സും ഇവിടെ വന്നിട്ടാണ് ക്ലിയർ ആവുന്നത്. അതുവരെ കൺസെപ്റ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ക്ലാസ്സിനെ പോയിട്ടുണ്ടായിരുന്നില്ല +1 +2. അപ്പം ഇവിടെ വന്ന് കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത്, അപ്പോൾ എനിക്ക് ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ഇവിടെ ഫുൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഞാൻ 2 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തത് ഓഫ്ലൈനായിട്ടായിരുന്നു. അപ്പം പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പിന്നെ എനിക്ക് ഈ സ്കോർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷനിലോട്ട് വരാം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈൻ ചൂസ് ചെയ്തു? എസ്പെഷ്യലി ഇപ്പോൾ കുറേ പോപ്പുലറായിട്ട് ഹൈബ്രിഡ് മോഡലൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ഓഫ്ലൈൻ ചൂസ് ചെയ്തു? ഞാൻ 2 വർഷം ഓൺലൈനായിട്ടാണ് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി എത്രത്തോളം ഇതിനോട്ട് വീട്ടിലിരുന്ന് പഠിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി. പിന്നെ ക്രാഷിന് വന്നപ്പോൾ അതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കി ഇത് വീട്ടിലിരുന്ന് പഠിച്ച് എത്താവുന്നതിനേക്കാളും വലിയതാണ് ഈ നീറ്റ് എന്നുള്ളൊരു സ്വപ്നം എന്നുള്ളത്.
പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അവർ നമ്മുടെ മുഖത്തു നിന്നെല്ലാം മനസ്സിലാക്കി നമ്മളോട് ഇങ്ങോട്ട് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ എക്സാം കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ മാർക്ക് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവർ ഏതാണ് എന്ത് തെറ്റ് പറ്റിയത്, ഇനി അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എല്ലാവരും അവരിങ്ങോട്ട് വന്ന് നമുക്ക് എല്ലാ കെയറും തരുന്ന ഒരു ഇതായിരുന്നു. ഓഫ്ലൈനിൽ എനിക്ക് കൂടുതലായിട്ട് ഓഫ്ലൈനിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് എനിക്ക് തോന്നിയത് അതാണ്. അവരുടെ പേഴ്സണൽ കെയറിങ്ങും പിന്നെ അവർ ഇൻഡിവിജ്വലായിട്ട് എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഓഫ്ലൈൻ നല്ലതായിട്ട് തോന്നി. സോ അതിനോട് ആഡ് ചെയ്യാനായിട്ട് ശരിക്കും ആ ഒരു പേഴ്സണലൈസ്ഡ് കെയർ ആൻഡ് അറ്റൻഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂം പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഒന്നുകൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ റീസെൻ്റായിട്ട് കാണുന്നൊരു ട്രെൻഡ് ഓഫ്ലൈൻ എന്ന് അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ ബ്രോഷർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 30% കണ്ടൻറ്റ് വിൽ ബി കവേർഡ് ഓൺലൈൻ എന്ന് പറഞ്ഞ് വളരെ കോൺസ്പിക്വസ് ആയിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ എഴുതി വയ്ക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് യു വിൽ ഡെഫിനറ്റ്ലി മിസ് ഔട്ട് ഓൺ ദിസ് പേഴ്സണലൈസ്ഡ് കെയർ ആൻഡ് അറ്റൻഷൻ ആൻഡ് ഡൗട്ട് ക്ലിയറൻസ്. അത് ഡെഫിനറ്റ്ലി ആ ഒരു ഓഫ്ലൈൻ കോമ്പണൻറ്റിൽ കിട്ടുന്ന പോലെ ഒരു ഹൈബ്രിഡ് മോഡിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ ഒരിക്കലും കിട്ടില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് കമ്മിങ് ടു ടെസ്റ്റിംഗ് സിസ്റ്റം അല്ലേ, നിങ്ങൾ ഈ ഒരു 1 year നിങ്ങൾ ഒരു റിഗറസ് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഒരു എക്സാമിനേഷൻ സിസ്റ്റവും അത് എത്രത്തോളം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം അത് എയ്ഡ് ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഇവിടെ ടെസ്റ്റുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു DPP ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ DPP പിന്നീട് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവും. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഏത് എക്സാമാണോ കഴിഞ്ഞത് അതിൻ്റെ ഡിസ്കഷനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് മനസ്സിലാവാത്തത് കിട്ടാതിരുന്നത്, അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് മനസ്സിലായില്ല എന്ന് അപ്പം തന്നെ മനസ്സിലാവും. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാനും പറ്റും. പിന്നെ എക്സാം ഒരു വീക്ക്ലി 3 units അങ്ങനെ ഒരു എക്സാം സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബൾക്കായിട്ട് എങ്ങനെ പഠിച്ച് എല്ലാം കൂടി ഒരുമിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടും. ഒരു ടോപ്പിക്സ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു എക്സാം ഉണ്ടാവും. അതുകൂടാതെ കുറച്ച് നാൾക്ക് ശേഷം ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം ആ ടോപ്പിക്കിൻ്റെ എക്സാംസ് ഉണ്ടാവും. അതുമാത്രമല്ലാണ്ട് അത് കഴിഞ്ഞ് കുറേ ടോപ്പിക്സ് കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടൊരു നീറ്റ് മോഡൽ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടില്ല എന്നുള്ളൊരു ഇത് പറയണ്ട. അപ്പോൾ ഈ എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് മുമ്പ് പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ എക്സാംസും കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്ന് അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും ഡിസ്കഷനിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവൻ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ എക്സാമിന് ഉണ്ടായിരുന്നത് അത് മുഴുവൻ കവർ ആവുന്ന പോലെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് തരും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ചാപ്റ്റർ നമുക്ക് ആ ഒരു എക്സാമിന്റെ ബേസിൽ കിട്ടാണ്. നമ്മൾ ഈ എക്സാമിനേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഇയർ ഓൺ ഇയർ നമ്മൾ ഈ ഇവാലുവേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രം ദിസ് ഇയർ വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് നമ്മളൊരു ഡെയിലി പ്രാക്ടീസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓൺലൈനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം നമ്മുടെ കരിക്കുലത്തിൽ ഇന്നൊരു ടോപ്പിക്ക് എടുക്കുക എന്ന് പറഞ്ഞ് ഷെഡ്യൂൾഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് ക്ലാസ്സിൽ കവർ ചെയ്തതിന് ശേഷം ഈവനിങ് വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ചെന്നിട്ട് യു ക്യാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഏത് ചാപ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണെങ്കിലും അതിനകത്തു നിന്നുള്ള ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള ചാപ്റ്റർ അല്ല പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഒരു കസ്റ്റം ടെസ്റ്റായിട്ട് പ്രാക്ടീസ് ടെസ്റ്റായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മൾ പുഷ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു ചാപ്റ്റർ ലിങ്ക് ഷോർട്ട് എക്സാംസിന് പുറമേ ഇങ്ങനെ ടോപ്പിക് ലിങ്ക്ഡ് എക്സാംസും നമ്മൾ ഈ ഒരു ഇയറിൽ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് സിസ്റ്റം കുറച്ചും കൂടെ റിഗറസ് ആവാൻ പോവാണ്. കുറച്ചും കൂടെ റോബസ്റ്റ് ഒരു മെക്കാനിസത്തിലേക്കാണ് നമ്മൾ
ഇയറിൽ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓഫ്ലൈൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിൻ്റെ ഒപ്പം ഈ ഓൺലൈൻ്റെ കാര്യം, നമ്മൾ ഈ ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് ഓൺലൈനിൽ കൂടെ പുഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം ദിസ് ഈസ് അബൌട്ട് സപ്ലിമെൻറ്റിങ് അവർ ഓഫ്ലൈൻ പ്രോഗ്രാം വിത്ത് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഹിയർ ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ് ഇസ് നോട്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ക്ലാസ് റൂം പ്രോഗ്രാം. നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കിപ്പോൾ ഡിജിറ്റൽ ഇതാണെങ്കിലും ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്, തിയറി ആൻഡ് എൻട്രൻസ്, പിന്നെ മൈൻഡ് മാപ്പ് റിവിഷൻസ് ഉണ്ട്, മൈൻഡ് മാപ്പ് ആൻഡ് അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം ഇറ്റ് ഈസ് ഓൺലി ടു സപ്ലിമെൻറ്റ് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാം, അല്ലാതെ ഒരിക്കലും അതിനെ റീപ്ലേസ് ചെയ്യാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ അല്ല. ആൻഡ് ഇറ്റ് ക്യാൻ നെവർ ബി എ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ റീപ്ലേസ്മെൻറ്റ്. സോ അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? നമുക്ക് ഇങ്ങനത്തെ ഒരു ഓൺലൈൻ ഇത് വെച്ചിട്ട് നമുക്ക് ഓഫ്ലൈൻ ഇതിനെ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ കംപ്ലീറ്റ് ആയിട്ട്? ഓൺലൈനിനേക്കാളും എനിക്ക് ഓഫ്ലൈനിലൊരു വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അത് നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരു സ്ക്രീൻ നോക്കി പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളൊരു ക്ലാസ് റൂമിൽ കുറേ പേര് ഒരു ലക്ഷ്യത്തോടെ, നീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ട് ഒരുമിച്ച് നീങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല ഓൺലൈനിൽ കിട്ടുമെന്ന്. ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചാലും മേ ബി ഇപ്പോൾ ഒരു കുറച്ച് സ്ട്രെസ്സായിട്ടൊന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊന്ന് ഫോൺ എടുത്തൊന്ന് വരും. ആ ഫോൺ എടുക്കൽ പിന്നെ എപ്പോഴാണ് വെക്കുക എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പോൾ അത്രയും ടൈമാണ് വേസ്റ്റ് ആവുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഹോസ്റ്റലിൽ അതായത് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും നമ്മൾ ഈ ഫോണിൽ നിന്നുള്ള ഒരു സംഭവത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വേറെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഓഫ്ലൈനിലാണ് ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിനി പിന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരും. ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ നാളെ പഠിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിട്ട് നമ്മളത് മാറ്റി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഓഫ്ലൈൻ ആണെങ്കിൽ ഈ ഒരു ക്ലാസ് മിസ്സായ അതേ എഫക്റ്റിൽ പിന്നെ നമുക്ക് എപ്പോഴും അത് കിട്ടണമെന്നില്ല. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം, എങ്കിലും ആ ഒരു ക്ലാസ്സിൻ്റെ എഫക്റ്റ് പിന്നെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. മാറ്റി വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ള ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമും വേസ്റ്റ് ആവും, പിന്നെ നമ്മളത് പഠിച്ചെടുക്കാനുള്ള ടൈമും വേസ്റ്റ് ആവും. അപ്പോൾ ക്ലാസ്സിൽ എത്രത്തോളം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം ഓഫ്ലൈൻ ക്ലാസ്സിന് തന്നെ പറ്റുള്ളൂ. കമ്മിങ് ടു നമ്മുടെ ഒരു പാരൻറ്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാരൻറ്റ് മെൻറ്റർ അല്ലെങ്കിൽ വാർഡൻ കമ്മ്യൂണിക്കേഷൻ, അത് എത്രത്തോളം നിങ്ങളുടെ ജേർണിയിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എല്ലാ DPPs ആയാലും ഇവിടുത്തെ എല്ലാ നീറ്റ് മോഡൽസ് ആയാലും എല്ലാത്തിൻ്റെ സ്കോറും അതുപോലെ ഓവറോൾ നീറ്റ് റാങ്കും പാരൻസിന് കിട്ടിയിരുന്നു. അത് കാരണം അവർക്ക് പാരൻസിന് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് വേണ്ട മോട്ടിവേഷൻ തരാനൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ളൊരു വിഷമം എന്തായാലും ഉണ്ടാവും. പക്ഷേ അതിന് അത്രത്തോളം നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡൻസ് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമായി അല്ലെങ്കിൽ ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട, നമ്മുടെ വാർഡൻസ് വന്ന് സംസാരിക്കും. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുറേ കുട്ടികളെ കണ്ടതുകൊണ്ട്. ഇപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇനി അടുത്തതിൽ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റും, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും നമ്മളെ നല്ല സ്നേഹമാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അത്ര സ്ട്രെസ് ഇല്ലാതെ ഇരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ താങ്ക് യു ഫോർ ജോയിനിങ് അസ് ആൻഡ് ഷെയറിങ് യുവർ എക്സ്പീരിയൻസസ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ നീറ്റ് ആസ്പിറൻസിനായിട്ട്, എസ്പെഷ്യലി ഓഫ് കോഴ്സ് നീറ്റ് 2025 ആസ്പിറൻസിനായിട്ട് ബെസ്റ്റ് വിഷസ് ഫ്രം ഓൾ ഓഫ് അസ്. നിങ്ങൾക്ക് നീറ്റ് 2026 ആസ്പിറൻസിനോട് എന്ത് അഡ്വൈസാണ് പറയാനുള്ളത്, എസ്പെഷ്യലി വൈൽ സെലക്ടിങ് എ പ്രോഗ്രാം ഫോർ റിപ്പീറ്റിംഗ്? 2026 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലോണം ചിന്തിച്ചിട്ട് വേണം അത് തീരുമാനിക്കാൻ. കാരണം ഇത് നിങ്ങൾ ഈ നീറ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് മെഡിസിനിൽ പോയാലും അവിടുത്തെ ജേർണി ഏകദേശം നീറ്റ് പ്രിപ്പറേഷൻ പോലെ തന്നെയാണ്.
ഇതുപോലെ കോമ്പറ്റേറ്റീവായി പഠിച്ച് അങ്ങനെ മത്സരത്തോടെ പഠിക്കേണ്ടി വരില്ലെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എക്സാം ടൈമിലൊക്കെ ആയാൽ നമ്മൾ ഈ നീറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ ഇപ്പോൾ 10-13 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന അതേ ഒരു രീതിയിലേക്ക് എക്സാം ടൈമിൽ പോകണം. ആ ടൈമിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ഒരു പാറ്റേണിൽ പഠിച്ച് പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് കഷ്ടമായി തോന്നില്ല. ആ എക്സാം ടൈമിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. രാവിലെ എണീച്ച് പഠിക്കാനാണെങ്കിലും രാത്രി ഇരുന്ന് പഠിക്കാനാണെങ്കിലും ഇത് നല്ലൊരു ഫൗണ്ടേഷനായി തരും. 100% ഓഫ്ലൈൻ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രഡീഷണൽ ആയി തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു ജേണിയിൽ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനും അത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓഫ്ലൈൻ ക്ലാസ്സസ് നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഉണ്ടാവും. പിന്നെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു നല്ല സ്റ്റഡി റൂട്ടീനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടീച്ചേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസ് ടീച്ചേഴ്സിൻ്റെ അവരുടെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായാലും അവർ പറഞ്ഞു തരുന്ന എല്ലാം നമുക്ക് മോട്ടിവേഷനായിട്ട് തോന്നുകയാണ് ചെയ്യാറ്. പിന്നെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഓഫ്ലൈൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Both for joining us and sharing your valuable insights. This will be definitely helpful for future NEET aspirants. So ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫ്യൂച്ചർ നീറ്റ് ആസ്പിറൻസിനോട് പറയാനുള്ളത്, നിങ്ങളൊരു ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് ആ ഡിസിഷൻ മൈറ്റ് ഡിപ്പെൻഡ് ഓൺ എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓൾസോ. പക്ഷെ നിങ്ങൾ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ you should go for a 100% offline classroom program. So we at Professor P. C. Thomas and Chaitanya Classes is committed to deliver this program with maximum personalized attention and a rigorous testing system and a complete comprehensive syllabus coverage. 30% alla 50% alla comprehensive syllabus coverage through offline. അത് ഡെലിവറി ചെയ്യാനായിട്ട് ഞങ്ങൾ കമ്മിറ്റഡ് ആണ്. ആൻഡ് ഈ സിസ്റ്റം തന്നെയാണ് കൗണ്ട്ലെസ് നീറ്റ് ആസ്പിറൻസിന് അവരുടെ മെഡിക്കൽ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സിസ്റ്റം. സോ ഇഫ് യു ആർ മേക്കിംഗ് എ ചോയ്സ് ടു ഗോ ഓഫ്ലൈൻ, then I hope you will all choose wisely. Thank you for tuning in. Until next time, keep striving for excellence.